ഇപ്പൊ ഞാന് യമനിലെ തരീമില് പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു രസകരമായ ഒരു അനുഭവം. ഞങ്ങളവിടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം എന്ന് അന്വേഷിക്കുമല്ലോ. വളരെ തിരിച്ച് അത്രയും നമ്മൾ മാനസികമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു ആ നാടിനോട്. അപ്പൊ അവിടുത്തെ ചില ആളുകൾ പറഞ്ഞു, ഒലീവ് മരത്തില് അഹ്കാഫ് മലനിരകളിലെ ഒലീവ് മരത്തിൽ കൂട് കെട്ടിയ തേനീച്ചയുടെ കൂടാണ്. സോറി, തേനീച്ചയുടെ തേനാണ്. അത് അത്രയും ഔഷധ മൂല്യമുള്ള ഒരു തേനാണ്. വളരെ വില കൂടിയ തേനാണ്. അപ്പൊ നമ്മൾ അത് ശേഖരിക്കുന്നു. വേറൊരാൾ പറയുന്നു, നമ്മളെ മതപരമായി വലിയ ഒരു ആത്മീയ സ്ഥാനത്തെത്തിയ ഷെയ്ഖ് അബൂബക്കർ സാലിം എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ ഖബറിടത്തിലെ മണ്ണാണ്. ഒരു ആത്മീയമായ വിശുദ്ധി കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ മറുപടി പറയും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. അവസാനം ഞങ്ങളെ ഗുരുവിന്റെ അടുത്ത്, ഈ ഹബീബ് ഉമർ തങ്ങളുടെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൻത അസ്ഹാബുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് ഹുസ്നുൽ തന്നാണ്. മറ്റുള്ള മനുഷ്യരെ കുറിച്ച് നല്ല ഭാവന പുലർത്താൻ ശ്രദ്ധിക്കുക, ആരെയും തെറ്റിദ്ധരിക്കാതിരിക്കുക, എല്ലാവരെ കുറിച്ചും നല്ല ചിന്ത പുലർത്തുക. അപ്പൊ അതിന് അറബിയിൽ ഹുസ്നുൽ തന്നെ എന്നാണ് പറയുക, സദ്ഭാവന. അതാണ് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്നായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഉപദേശം.